വിശപ്പില്ലാത്ത സമയങ്ങളിൽ പോലും നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കറിയാണ് രസം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു രസമാണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 തക്കാളി അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ 4ആയിട്ട് ഒന്ന് കീറി, അതിനകത്ത് വല്ല പുഴുവോ വല്ലതൊക്കെ ഉണ്ടെന്ന് നോക്കാനാണ് ഇങ്ങനെ കീറുന്നത്. ഇതിലേക്ക് തക്കാളി വേവാനുള്ള വെള്ളം കൂടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേവാനായിട്ട് വെക്കാം. അതുപോലെ പഴുത്ത തക്കാളി എടുക്കണം, അതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. അതിൻ്റെ തക്കാളിയുടെ തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി എടുത്തൊന്ന് ചതച്ചെടുക്കാം. ഒരു ടീസ്പൂണോളം ജീരകം, ഇത് രണ്ടും കൂടെ കൂട്ടി നന്നായിട്ട് ചതച്ചെടുക്കാം. മഴക്കാലങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് രസം ഉണ്ടെങ്കിൽ ഊണക്കാൻ നല്ല രസമല്ലേ. ഇതെല്ലാം ഒന്ന് ഇടിച്ചെടുക്കാം. തക്കാളി തൊലിയെല്ലാം കളഞ്ഞൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് കൂടെ അതിലേക്ക് ഒഴിക്കാം. രസപ്പൊടിയാണിത്. MGRൻ്റെ രസപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. മല്ലിയും മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് ഞാൻ കയ്യിലുള്ളത് കൊണ്ട് ഇത് ചേർത്തന്നേ ഉള്ളൂ. ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. രണ്ട് 3 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണുള്ള രസം നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പൊടി ശർക്കര ചേർത്തു. കുറച്ച് മല്ലിയില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. അതിനുശേഷം അത് വാങ്ങി വെച്ചു. കടുക് വറുക്കാനുള്ള പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അതിലേക്ക് 2 മുളക് മുറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കായപ്പൊടി കൂടെ ചേർക്കുക, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി രസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.